കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. 2 ആഴ്ച മുന്നെയാണ് ഇ-കൊമേഴ്സ് ഭീമന്മാരായിട്ടുള്ള ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും വലിയൊരു ഓൺലൈൻ സെയിൽ വരുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നത്. കുറേ ആൾക്കാർ ആ സെയിലിൻ്റെ ഭാഗമായിട്ട് മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക് ഐറ്റംസ്, ഫാഷൻ ഐറ്റംസ്, ആക്സസറീസ് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റീവ് സെയിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഫെസ്റ്റീവ് സെയിലും ഇത് രണ്ടും നല്ല രീതിയിൽ റെക്കോർഡ് സെയിലാണ്, റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ കേട്ടിരുന്നത്. ഇപ്പോൾ കുറേ ഐറ്റംസ് വലിയ ഓഫറിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും ഡിസ്കൗണ്ടിലൊക്കെയാണ് ഈ ഒരു ഓൺലൈൻ വിൽപ്പനയിൽ സെയിലായത്. അപ്പോൾ വാങ്ങിച്ച ആൾക്കാർ കൂടാതെ വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ടല്ലോ, ഇത് കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇനി ഒരു സെയിലും കൂടി വന്നിരുന്നെങ്കിൽ ഞാൻ എന്തായാലും വാങ്ങിയേനെ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി വീണ്ടും ഫ്ലിപ്കാർട്ടും ആമസോണും സെയിൽ വരുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. 24-ാം തീയതിയാണ് ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയും സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡിങ് ഡേറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ആമസോണിൻ്റെ ഈ പ്രാവശ്യത്തെ സെയിലിനിട്ടിരിക്കുന്ന പേര് ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റീവ് സെയിൽ എന്ന സെയിം നെയിം തന്നെയാണ്. 24-ാം തീയതി തുടങ്ങിയിട്ട് 28-ാം തീയതി വരെ 5 ദിവസമാണ് ആമസോണിൽ സെയിലുള്ളത്. ഫ്ലിപ്കാർട്ടിൻ്റെ ആവട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബിഗ് ബില്യൺ സെയിൽ എന്നല്ല പേരിട്ടിരിക്കുന്നത്, ഫെസ്റ്റീവ് ധമാക്ക എന്നാണ് പേരിട്ടിരിക്കുന്നത്. 24-ാം തീയതി തുടങ്ങിയിട്ട് 27-ാം തീയതി വരെ 4 ദിവസമാണ് ഫ്ലിപ്കാർട്ടിൽ സെയിൽ നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എല്ലാ ഐറ്റംസിലും ഫാഷൻ, ആക്സസറീസ്, മൊബൈൽ, ലാപ്ടോപ്സ്, അതർ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ തന്നെ ഈ ഓഫറിൽ വലിയ വിലക്കുറവിലാണ് നമുക്ക് കിട്ടുക. അപ് ടു 70% വരെ ഇലക്ട്രോണിക് ഐറ്റംസിന് ഡിസ്കൗണ്ട് ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. മേജർ ഒരു ഡിഫറൻസ് എന്ന് പറയാനുള്ളത്, ഫ്ലിപ്കാർട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓരോ ദിവസം ഓരോ പെർട്ടിക്കുലർ പ്രോഡക്ട്സിനായിരുന്നു ഓഫർ കൊടുത്തിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം 4 ദിവസവും എല്ലാ പ്രോഡക്ട്സിനും ഓഫർ ഉണ്ടാകും എന്ന് ഫ്ലിപ്കാർട്ട് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ചില ബാങ്കുകൾ, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ചില ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് വാങ്ങിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട് അവർ. അതുകൂടാതെ ബൈബാക്ക് ഗ്യാരണ്ടി, അതുപോലെ എക്സ്ചേഞ്ച് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. നോ കോസ്റ്റ് EMI ഉൾപ്പെടെയുള്ള എല്ലാ ഓഫേഴ്സും എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു ഫെസ്റ്റീവ് സെയിലിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആമസോണിൽ റെഡ്മി 6A ഈ എല്ലാ ദിവസവും തന്നെ ഇത്രയും ഓഫർ നടക്കുന്ന അത്രയും ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ഫ്ലാഷ് സെയിൽ ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ വിവോ V9 അത് 3000 റുപ്പീസും കൂടി ഓഫർ കൊടുത്തിട്ട് 15,999 സെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പ്രൈം മെമ്പേഴ്സിന് ഈ ഓഫേഴ്സ് നേരത്തെ തന്നെ അവൈൽ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ യൂഷ്വലി വാങ്ങുന്ന പോലെ തന്നെയാണോ, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെയാണോ തരുന്നതെന്നൊക്കെ. ഒറിജിനൽ പ്രോഡക്റ്റ്സ് തന്നെയാണ് തരുന്നത്. കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് 2 സൈറ്റിലും ലഭ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓഫർ ഫസ്റ്റ് ദിവസം നല്ല ഓഫറായിരുന്നു ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ സെക്കൻഡ് ഡേ വരുമ്പോൾ കുറച്ചുകൂടി നല്ല ഓഫറായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ദിവസങ്ങൾ കഴിയുന്തോറും ഓഫറിൻ്റെ ആ ഒരു കൂടും എന്ന് വിചാരിച്ചത് കുറയുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്ന ആൾക്കാർക്ക് ആ ഒരു ഓഫർ കുറഞ്ഞു വന്നപ്പോൾ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ഉണ്ടാവാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് നല്ല ഓഫേഴ്സ് വരുമ്പോൾ തന്നെ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സൈറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഓരോ ദിവസം ഓരോ ബാങ്കിൻ്റെ ഇത്ര % ഡിസ്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അപ് ടു ഡേറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈറ്റൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ ഈ പ്രാവശ്യം പുതിയ പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഈ 2 സൈറ്റിലും കീൻ അറ്റൻഷനായിട്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പ്രോഡക്റ്റ്സ് കറക്റ്റ് ആ ടൈമിൽ നിങ്ങൾക്ക് കിട്ടും. ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റീവ് സെയിൽ 24 മുതൽ 28 വരെയാണുള്ളത്. ഫ്ലിപ്കാർട്ടിൻ്റെ ഫെസ്റ്റീവ് ധമാക്ക സ്റ്റാർട്ട് ചെയ്യുന്നത് 24-നാണ്, 27 വരെയാണുള്ളത്. അപ്പോൾ ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരിക്കട്ടെ. നല്ല പ്രോഡക്റ്റ്സ് വാങ്ങിക്കുക. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് അനുഭവം നിങ്ങളും ആസ്വദിക്കുക. ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ടെക് മലയാളത്തിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.